എനിക്ക് ഭർത്താവ് എന്താ ഭർത്താവിന് ഭർത്താവ് മാങ്ങ പറിക്കാൻ പോയത് മോളെ. ഇത് കൊണ്ട് വാലന്റൈൻ ഉണ്ടോ? അപ്പയ്ക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അറിയത്തില്ല പറയുമല്ലോ എന്ന്. എന്നാലും എനിക്ക് വേണ്ടിയിട്ടൊരു 2 കവിത പറയാം. അപ്പം എഴുതിയതാ, അപ്പം എഴുതിയ സാധനം പറയാം. നമ്മളിൽ ചിലരെങ്കിലും വിചാരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇപ്പം എന്ത് ലൈഫിൽ മാറ്റം സംഭവിക്കാൻ എന്നുള്ളതാണ്. പക്ഷെ അപ്പം ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ വേണോ വേണ്ടോ, ആഘോഷിക്കണോ ആഘോഷിക്കണ്ടായോ എന്നൊക്കെയുള്ള പേഴ്സണൽ ചോയ്സാണ്. പക്ഷെ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ അപ്പം കൊണ്ടുവന്നത് ഞങ്ങൾ അഡ്വന്റൈനിൽ വന്നു. വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ അപ്പം കൊണ്ടുവന്നു. അപ്പം എനിക്ക് വാലന്റൈൻസ് ഡേ കൊണ്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഞങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കൽ പരിപാടിയൊന്നുമില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നുണ്ട്, അതിൽ പരിഭവമില്ല. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ചെയ്തു തരും. പക്ഷെ വാലന്റൈൻസ് ഡേ ആഘോഷിക്കണം, സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ആഘോഷിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ അഭിപ്രായം പറ. വാലന്റൈൻസ് ഡേ, മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ ഇതെല്ലാം ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഘോഷിക്കണമെന്നാണ് നോർമൽ ഡേ ആയിട്ട് പോയാൽ. അയ്യേ അങ്ങനെയൊന്നും വേണ്ട. അപ്പം അപ്പയുടെ മക്കൾ അപ്പയെ ഫാദേഴ്സ് ഡേക്ക് അപ്പയെ സ്പെഷ്യൽ ആക്കുന്നതൊന്നും അപ്പയ്ക്ക് ഇഷ്ടമല്ലേ? അത് വേണോടി. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, വാലന്റൈൻസ് ഡേ ഒക്കെ നമുക്ക് പറ്റുന്നതുപോലെ വലിയ കാര്യങ്ങളൊന്നുമല്ല. എന്താണോ നമുക്ക് പറ്റുന്നത് ആ രീതിയിൽ ആഘോഷിക്കാം. ഇപ്പോൾ വലിയ എന്താ പറയുക, ഇപ്പം ഹസ്ബൻഡിന് ഇഷ്ടമുള്ള കറി ആയിരിക്കാം, ചെറിയൊരു കറി, താളുകറി എന്നൊക്കെ പറയത്തില്ല, അതാണെങ്കിലും അത് നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് പറ്റുന്ന പോലെ ഒരു ഷർട്ട് ഇട്ട് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ എന്നെ ഇന്ന് പുറത്ത് കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കണം. അപ്പം അതാണ് ഞങ്ങളുടെ അപ്പയും ഞങ്ങൾക്ക് വാലന്റൈൻസ് ഡേക്ക് തന്നത്. എന്താ പറഞ്ഞപ്പം താളുകറി തന്നെ എപ്പോഴും അവിടെ പഞ്ചപത്ര അല്ല ഇതിൽ പറയത്തില്ല തങ്കം, താളുകറി തന്നെ അത്രയും സിമ്പിളായിട്ടുള്ളൊരു സാധനമാണെങ്കിലും പുള്ളിയുടെ ആഗ്രഹം സിമ്പിളാണെങ്കിലും അതും ചെയ്ത് കൊടുക്കാം. വലിയ പൈസയൊന്നും വേണ്ടല്ലോ അതിന്. അപ്പോൾ അദ്ദേഹത്തെ ഹസ്ബൻഡിൻ്റെ ആഗ്രഹം എന്താണെങ്കിൽ ചെയ്ത് കൊടുക്കാം. വൈഫിന് ചെറിയ ആഗ്രഹമാണെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം. ഒരു സ്പെഷ്യലാക്കുക, അത്രേ ഉള്ളൂ. നിധിക്കുട്ടിൻ്റെ അഭിപ്രായം പറയാം കേട്ടോ. ഇത് ഭയങ്കര സൗണ്ടാണ്, പുറത്താണ്. നിധിക്കുട്ടിൻ്റെ അഭിപ്രായം പറയാം. വാലന്റൈൻസ് ഡേക്ക് നിധിക്കുട്ടിന് വാലന്റൈൻ ഉണ്ടോ? പറ്റില്ല. ഓക്കെ, വാലന്റൈൻസ് ഡേക്ക് എന്താണ് അഭിപ്രായം? ഗിഫ്റ്റ് വല്ലതും കിട്ടിയോ? നേരത്തെ കിട്ടി. ഇതൊക്കെ ഓൺ എയർ പോകുന്ന സാധനങ്ങളാണ്. ഡാനപ്പന് അപ്പം ആഘോഷിക്കണം വേണ്ടയോ? ചെറുതായിട്ട് രീതിയിൽ എയർലൈനുണ്ടെങ്കിൽ എനിക്ക് കൈക്കൂലി തരണം. ഇത് അപ്പ പെപ്പർ മഷ്റൂം ചപ്പാത്തി. ഞങ്ങൾ കൊറിയൻ ചിക്കൻ മന്തി. അവിടെ ചായ ഇല്ലാത്ത ഞങ്ങൾ ചായ കുടിക്കാൻ. ശരിയാ, ഞാൻ തിരുവനന്തപുരത്തിന് മലബാർ ബൈറ്റ്സ് ഉണ്ട്. ഞാനിപ്പോ പറയണ വാലന്റൈൻസ് ഡേ. നിനക്ക് വാലന്റൈൻ ഉണ്ടോ? ഇല്ല. അപ്പൊ അമ്മ നിന്റെ വാലന്റൈൻ അല്ല? അല്ല. ബി മൈ വാലന്റൈൻ ഡിയർ. എനിക്ക് ഭർത്താവ് എന്താ ഭർത്താവിന് ഭർത്താവ് മാങ്ങ പറിക്കാൻ പോയത് മോളെ. ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഞങ്ങൾക്ക് വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, ഫുഡ് വാങ്ങിച്ചു. അപ്പം ഈ വാലന്റൈൻസ് ഡേയിൽ അപ്പയുടെ വാലന്റൈൻ ആണല്ലോ ഞാൻ. അപ്പം എനിക്ക് വേണ്ടി 2 കവിത പറയൂ. എന്തായിരിക്കും അപ്പം എനിക്ക് വേണ്ടി പറയുന്ന 2 കവിത? ആസ് എ കവിത രചയിതാവ് എന്തായാലും എന്തൊക്കെ കാര്യമുണ്ട്. അപ്പം എത്ര കവിത എഴുതിയിട്ടുണ്ട്? പെട്ടെന്ന് അപ്പം എനിക്ക് വേണ്ടി ഓർമ്മ വരുന്ന 2 ലൈൻ പറ. എന്താണ് അപ്പം എഴുതിയേക്കണേ? പറയടാ നീ. ഇതൊക്കെ അമ്മ എടുക്കണ്ട.
അപ്പം അല്ലറ ചില്ലറ എഴുത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എഴുത്തിന് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഈ വാലന്റൈൻസ് ഡേയിൽ, അത് 2026 ഫെബ്രുവരി 14 അപ്പയ്ക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല പറയുമല്ലോ എന്ന്, എന്നാലും എനിക്ക് വേണ്ടിയിട്ടൊരു 2 കവിത പറയാം. അപ്പം എഴുതിയതാ, അപ്പം എഴുതിയ സാധനം പറയാം. അപ്പം നോക്കൂ കേട്ടോ. ഒരു വരി കൂടി. ഇന്നലെ തന്ന മധുരം നിലാവിൻ ആദ്യാമൃത നിറവിൽ നിലയ്ക്കുമ്പോൾ എരിയും. ചരാതിലൻ ഏകാന്ത കാലം അലിഞ്ഞു കരയുമ്പോൾ ഉറക്കം വരാതെ ഉദകനദിയാം നിന്നാഴങ്ങളിൽ അമരുമ്പോൾ ഉദയരാഗം പോലെ പിറക്കാനെനിക്ക്. അത് പറയാൻ പറ്റില്ല. അതിന്റെ എനിക്ക് വിശദീകരിച്ചു തരാൻ പറ്റുമോ? അങ്ങനെ വിശദീകരിക്കാൻ പറ്റില്ല. അത് വലിയ നീളമുള്ള സെന്റൻസ്. അതുകൊണ്ട് കുഞ്ഞിതില്ല ഒന്നും. ഒരു കവിത, ഈ കവിത അപ്പയുടെ ശൈത്യം എന്നുള്ള ഒരു കവിത കേട്ടോ. അതിൽ നിന്നുള്ള ഇത് നമുക്കറിയാം. ആയിരിക്കുന്ന സമയത്ത് അപ്പം എനിക്ക് ഒരു ബുക്കിൽ, അതിപ്പോഴും എനിക്ക് ഡയറിയിലാണ് നിറയെ ഈ നമ്മുടെ അന്നൊരു കളർഫുള്ളായിട്ടുള്ള ഇതില്ലേ, കോഴിയുടെ തൂവലല്ലേ അപ്പം, പക്ഷെ അത് തൂവലിൽ കളർ അടിച്ചിട്ട് അതെല്ലാം ഇങ്ങനെ ഒട്ടിച്ച് ഒരു ഡയറി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആരെങ്കിലും വരുമ്പോഴാണ് കൊണ്ടുവരിക, നമുക്ക് അയച്ചു തരാനും വയ്യല്ലോ, ആരെങ്കിലും വരുമ്പം കൊടുത്തുവിടും. അല്ല, അങ്ങനെ ഒരു ഡയറി എനിക്ക് തന്നിട്ടുണ്ട്. അതിൽ ഓരോ വരിയിലും ഓരോ പേജിലും സ്റ്റിൽ എൻ്റെ ഉണ്ട്. അത് എവിടെ ഇരിക്കുന്നത്? അപ്പം എൻ്റെ സ്വകാര്യ സ്വത്താണ് അത്. പക്ഷെ ഞാൻ ഒരിക്കലും ഞാൻ കാണിക്കാതെ, ഭയങ്കര രസമാണ് അത്. അപ്പോൾ ഒരു പേജിൽ അതിങ്ങനെ ആ കോഴികളുടെ തൂവലൊക്കെ വെച്ച് ഒട്ടിച്ചിട്ട് ഒരു സ്ഥലത്ത് അപ്പം ഇങ്ങനെ ഓരോ കവിതകളുടെ അപ്പയുടെ തന്നെ ചെറിയ ഇതിങ്ങനെ എഴുതി പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ അപ്പ എഴുതി തന്നൊരു സാധനമാണ് ഇപ്പം കാണിക്കാം. നീ പിന്നെയും നോവ് ഞാൻ എൻ്റെ ഉള്ളിലും, ആ ഒരു സാധനം ഭയങ്കര സ്ട്രൈക്കിങ് ആയിരുന്നു. അന്ന് ഞാൻ കുവൈറ്റിലും അപ്പം നാട്ടിലുമായിരുന്നു. അന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പയുടെ കവിതയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാനത് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നാണ് ഞാൻ അറിയുന്നത് അപ്പ എഴുതിയ ബുക്കിൽ ഉള്ളതാണെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മയുണ്ട് ഈ വാലന്റൈൻസ് ഡേ പറ്റി. പിന്നെ അന്ന് അത് 2008 വാലന്റൈൻസ് ഡേയുടെ തലേദിവസമാണ് ഞാൻ ഫ്ലൈ ചെയ്യുന്നത് കുവൈറ്റിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക്. 2008 അങ്ങനെ 2014 ഞങ്ങൾ വാലന്റൈൻസ് ഡേ ആഘോഷിച്ചതുമൊക്കെ ഇപ്പം നമ്മൾ ഓർക്കുന്നു. ആ വർഷമാണ് എനിക്ക് കുഞ്ഞുണ്ടാവുന്നതും, മൂത്താൾ. അപ്പം അങ്ങനെയാണ് വാലന്റൈൻസ് ഡേയുടെ കഥകൾ. വാലന്റൈൻസ് ഡേയുടെ യഥാർത്ഥ കഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. അത് ഞാൻ വഴിയെ പറയാം. 3-ാം നൂറ്റാണ്ടിലെ ക്ലോഡിയസ് II എന്ന് പറഞ്ഞൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഭയങ്കര കർക്കശക്കാരനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, അതായത് അദ്ദേഹം വിശ്വസിച്ചിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് കല്യാണം കഴിഞ്ഞിരുന്ന യുവാക്കൾ യുദ്ധത്തിൽ കുറച്ച് വീക്കാവുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പുറപ്പെടുവിച്ച ഒരു ഓർഡർ ഉണ്ട്. അതായത് യുവാക്കൾ ആരും കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അത് അദ്ദേഹം എതിർത്തിട്ടുണ്ടായിരുന്നു. അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ക്രിസ്ത്യൻ പ്രീസ്റ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് തോന്നി, ഈ യുവാക്കളോടൊക്കെ കരുണ തോന്നിയിട്ട് രഹസ്യമായി ഇവർക്ക് വിവാഹം നടത്തി കൊടുത്തിരുന്നു. ഇത് ചക്രവർത്തി അറിയുകയും ഈ ക്രിസ്ത്യാനി സന്യാസി എന്ത് ചെയ്തു, തടവിലാക്കി. ഈ ജയിലിൽ വെച്ചിട്ട് തടവറയിലായിരിക്കുമ്പോൾ തന്നെ ഈ സന്യാസിക്ക് ജയിലറുടെ മകളോട് ഒരു സ്നേഹവും അനുകമ്പയും തോന്നിയിട്ട് അത് അവർക്ക് വേണ്ടിയിട്ട് ഒരു കുറിപ്പുണ്ടാക്കുകയാണ്. ആ കുറിപ്പിൻ്റെ അടിയിൽ അദ്ദേഹം ഒപ്പിട്ടേക്കുന്നത് എങ്ങനെയാണ്, യുവർ വാലന്റൈൻ, ഫ്രം യുവർ വാലന്റൈൻ എന്നാണ്. അങ്ങനെയാണ് ഈ വാലന്റൈൻസ് ഡേ ഉണ്ടാകുന്നതാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അദ്ദേഹം ഈ സെയിൻറ്റ് വാലന്റൈൻ മരിക്കുന്നത് ഫെബ്രുവരി 14 കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയാണ് വാലന്റൈൻസ് ഡേ ഉണ്ടാകുന്നതും ദിവസം പ്രണയിക്കുന്നവരുടേതായൊരു ദിവസമായി മാറുകയും അന്നത്തെ ദിവസം പ്രപ്പോസ് ചെയ്യാനും കാർഡ്സ് കൈമാറാനും ഗിഫ്റ്റ് കൈമാറാനും ഒക്കെ തുടങ്ങുകയും ചെയ്തത്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇന്നും നമ്മൾ കാണുന്നത് അല്ലേ. ആ ദിവസം എന്തിനു വേണ്ടിയിട്ട് പ്രണയിക്കുന്നവരൊരു സ്പെഷ്യൽ ഡേ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പ്രണയിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളൊരു ദിവസമല്ല, മറിച്ച് സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും നമ്മൾക്ക് സ്നേഹം പങ്കിടാനുള്ളൊരു ദിവസമായിട്ടാണ്. ചിലർ പറയുന്നത് ഇങ്ങനെയുള്ള ദിവസം ഒരു ദിവസമെങ്കിലും അതിനു വേണ്ടി കിട്ടുന്നത് വളരെ നല്ലതാണ്. ഒരു ദിവസം നമുക്ക് പ്രണയം തുറന്നു പറയാൻ കിട്ടുന്നത് നല്ലതാണെന്ന്. അതേസമയം മറ്റു ചിലരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും പ്രണയിച്ചുകൊണ്ടേ ഇരിക്കണമെന്നുള്ളതാണ്. അതൊരു ദിവസത്തിൽ ഒതുങ്ങേണ്ടതല്ല എന്നുള്ളതാണ്. മറ്റു ചിലർ പറയുന്നത് എന്താണ്, ഒരു ദിവസം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ പ്രണയം തുറന്ന് കാണിക്കാനും ബിസി സ്കെഡ്യൂളുള്ള ദിവസങ്ങളിൽ ഇങ്ങനൊരു ദിവസം റിമൈൻഡ് ആയിട്ട് ചെയ്യുന്നത് നല്ലതാണെന്ന്. ചിലർ പറയുന്നത് അത് കൊമേഴ്ഷ്യലൈസ്ഡ് ചെയ്യപ്പെടുന്നു. അതായത് ഗിഫ്റ്റ് കൊടുക്കുക എന്നൊക്കെ വരുമ്പോഴത്തേന് കൂടുതൽ പ്രഷറിലേക്ക് വരിക എന്നുള്ളതാണ്. പക്ഷെ
എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, ഞാനിവിടെ മനസ്സിലാക്കുന്നത്, ഇപ്പം മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, സൺസ് ഡേ, ഡോട്ടേഴ്സ് ഡേ, ഇങ്ങനെയുള്ള പല ഡേയ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മളെല്ലാ കർത്തവ്യങ്ങളും എല്ലാവരും നിർവഹിക്കുന്നതാണെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്നേഹത്തിലുപരി വേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്രീസിയേഷൻ ആൻഡ് റെക്കഗ്നീഷൻ ആണ്, അല്ലേ? ഒരാൾ അവിടെ ഉണ്ട്, എനിക്ക് വേണ്ടി ഉണ്ട്, പലത് ചെയ്യുന്നുണ്ട്, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അവർക്ക് ആ മനസ്സിൽ അപ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. ഞാൻ ഏതൊരു കടയിൽ കയറിയാലും അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ കയറിയാലും ഒക്കെ അവരോട് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷെ അവരോട് താങ്ക്സ് പറയാതെ ഞാൻ ഇറങ്ങാറില്ല. ഒരു കടയിൽ നമുക്ക് ഭക്ഷണം കൊണ്ടുവരുന്നവരോട് ഞാൻ താങ്ക്സ് പറയാതെ വരാറില്ല. അതുപോലെ തന്നെ അതൊരു എനിക്കും സന്തോഷമാണ്, അതുപോലെ ആ കേൾക്കുന്നവർക്കും വളരെ സന്തോഷമാണ്. നമ്മളിൽ ചിലരെങ്കിലും വിചാരിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇപ്പം എന്ത് ലൈഫിൽ മാറ്റം സംഭവിക്കാൻ എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ റിലേഷൻഷിപ്പിലും നമ്മുടെ ലൈഫിലും ഒക്കെ ഭംഗി വളരെയധികം കൂട്ടുന്നത്. അതിന് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു ഭാര്യയോട് നമ്മൾ ജോലിക്ക് പോയെന്ന് വെച്ചോളൂ, വീട്ടിലിരിക്കുന്ന ഒരു ഭാര്യയാണ്, അവരോട് തിരിച്ചു വരുമ്പോൾ നീ ഉച്ചയ്ക്ക് കഴിച്ചോ, നീ എന്താ കഴിച്ചത്, നിനക്ക് ജോലി പെട്ടെന്ന് കഴിഞ്ഞോ, ജോലി ബുദ്ധിമുട്ടുള്ളതായിരുന്നോ, നമുക്ക് വൈകിട്ട് എന്താ കഴിക്കാൻ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങളാണ് അവരെ കൂടുതൽ സന്തോഷവതിയാക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന വളരെ വലിയ ഗിഫ്റ്റിനേക്കാളും. ഇത് തിരിച്ചും അങ്ങനെയാണ്. ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, സ്ട്രെസ്ഫുൾ ആയിരുന്നു എന്ന്, ജോലി സ്ഥലത്ത് എന്തായിരുന്നു കാര്യങ്ങൾ നടന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് നിങ്ങൾ പങ്കുവെക്കുമ്പോഴത്തേന്, ഒരു ചായയൊക്കെ കുടിച്ച് കുഞ്ഞുങ്ങളോടൊപ്പം പങ്കുവെക്കുമ്പോൾ അതായിരിക്കും നിങ്ങളുടെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷം എന്ന് പറയുന്നത്. ഇപ്പം കുഞ്ഞുങ്ങളോട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, ടീച്ചർ എന്ത് പറഞ്ഞു, എഴുന്നേപ്പിച്ച് നിർത്തിയോ, കുഴപ്പമില്ല നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം എന്നൊക്കെ പറയുമ്പോൾ അതും അവർക്കൊരു എൻകറേജ്മെന്റ് ആയി തീരും. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് വലിയ വലിയ ഇമ്പാക്ട് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നത്. എല്ലാവരും ചെറിയ തുടക്കത്തിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്, അല്ലാതെ വലിയൊരു കാര്യത്തിൽ നിന്നായിരിക്കത്തില്ല. പക്ഷെ നമ്മൾ സ്വപ്നം കാണേണ്ടത് വലുതാണ്, പക്ഷെ ചെറിയ തുടക്കങ്ങൾ ചെറുതായിരിക്കും. അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ സ്നേഹം എപ്പോഴും എന്നും ഓരോ നിമിഷവും പ്രകടിപ്പിക്കേണ്ടതാണ്. ഇവിടെ സഹിച്ചാനാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിലൊന്നും പ്രകടിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ പെട്ടെന്ന് വലിച്ചെടുക്കുന്ന ഒരാളാണ് മാധവിക്കുട്ടിയമ്മ. മാധവിക്കുട്ടിയമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മാധവിക്കുട്ടിയമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവരെപ്പോഴും അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ ധൈര്യത്തോടെ ശ്രമിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരുടെ ബുക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓരോ നിമിഷവും ഇത് പ്രകടിപ്പിക്കേണ്ട സമയത്ത് തന്നെ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ എപ്പോഴും ഒരു റിമൈൻഡർ ആണ്, അല്ലേ? പ്രത്യേകിച്ച് മദേഴ്സ് ഡേ എന്നൊക്കെ പറയുമ്പോൾ അമ്മമാർ എത്ര 24 hours അവർ കഷ്ടപ്പെടുക. അപ്പോൾ ഒരു ദിവസം, എല്ലാ ദിവസവും അവർക്ക് താങ്ക്സ് പറയണം, പക്ഷെ ഒരു ദിവസം നമ്മൾ അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തി അവർക്കൊരു ഗിഫ്റ്റ് കൊടുത്ത്, അമ്മ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട്, റെക്കഗ്നീഷൻ, ഒരു അവാർഡ് പോലെ ചെയ്യുമ്പോൾ അവർക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അത് കുഞ്ഞു ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും ലഭിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അത് വളരെ വലുതാണ്. അപ്പം ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ വേണോ വേണ്ടോ, ആഘോഷിക്കണോ ആഘോഷിക്കണ്ടായോ എന്നൊക്കെയുള്ള പേഴ്സണൽ ചോയ്സാണ്. പക്ഷെ ഗിഫ്റ്റ് കൊടുക്കണം, വലിയ ഗിഫ്റ്റ് കൊടുക്കണം എന്നൊന്നുമില്ല. ഒന്ന് ചേർത്ത് നിർത്തി ഒരു ഹഗ്, അല്ലെങ്കിൽ ചെറിയൊരു ഒരു എന്താ പറയുക, ഒരു ഉമ്മ, അല്ലെങ്കിൽ ഒരു ഐ ലവ് യു, കണ്ണുകൾ നോക്കി ഒരു ഐ ലവ് യു പറയുക, ഇത്രയൊക്കെ മതി. അല്ലെങ്കിൽ കൈ കോർത്ത് പിടിച്ചൊരു പ്രെയർ, ഇത്രയൊക്കെ മതിയാവും ഒരു വർഷം മുഴുവൻ അവർക്ക് ഊർജ്ജമായിട്ട് തീരുവാനായിട്ട്. അത് ഹസ്ബൻഡായാലും വൈഫായാലും കുഞ്ഞുങ്ങൾക്കായാലും നിങ്ങളുടെ ഏത് റിലേഷൻഷിപ്പ് ആയാലും. അപ്പം ചെറിയ ചെറിയ മെയിൻപൊടികൾ നിങ്ങളുടെ ലൈഫിൽ ചേർത്തുകൊണ്ട് നിങ്ങളുടെ സ്പെഷ്യൽ ഡേയ്സ് സ്പെഷ്യലാക്കൂ. സന്തോഷമായിട്ടിരിക്കും. ഗോഡ് ബ്ലെസ്. ബൈ.